മലബാറിൽ ഏറ്റവും ഗംഭീരമായി ശിവരാത്രി മഹോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രം. ഇവിടെ ഒരുക്കങ്ങൾ തകൃതിയാണ്. ഇവിടുത്തെ ഉത്സവ കമ്മിറ്റിയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ജാതി മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഇവിടുത്തെ ഈ ഉത്സവ കമ്മിറ്റിയിലുള്ളത്. റഫീഖ് തോട്ടുമുക്കം, ആസാദ്, അതുപോലെ തന്നെ നാസർ, രാജേഷ്, വിജയൻ, അങ്ങനെ ഒരു വലിയ ഒരു പട്ടിക തന്നെയാണ് അവരുടെ ആഘോഷ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളത്. മാത്രമല്ല സഹായ സഹകരണങ്ങളുമായിക്കൊണ്ട് MLA ലിൻഡോ ജോസഫുമുണ്ട്. നമുക്കൊപ്പം രാജേഷ് ഏട്ടൻ ചേരുന്നുണ്ട്. ജാതിക്കപ്പുറം മതത്തിനപ്പുറം മനുഷ്യൻ്റെ ഒരു ഒരുമയുടെ സന്ദേശമായി മാറുകയാണ് ഈ നാട്ടിലെ ഈ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം അല്ലേ? തീർച്ചയായും. ഞങ്ങളെ സംബന്ധിച്ച് ജാതിയോ മതമോ ഒന്നുമല്ല നോക്കാറ്. ഇവിടെ അങ്ങനത്തെ ഒരു ഇതുമില്ല. നമ്മളൊരു വളരെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുള്ളൊരു ഉത്സവം, നാടിൻ്റെ ഉത്സവമാണ്. ഈ ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ എല്ലാവരും ഒരു ഉത്സവമാണ് ഇത് ശിവരാത്രി. അതെല്ലാവരും ഒരു വലിയ ആഘോഷമായി തന്നെയാണ് നടത്താറ്. ഈ ക്ഷേത്രത്തിലേക്ക് വഴിവിട്ട് നൽകിയത് ഒരു മുസ്ലിം സഹോദരനാണ്. തീർച്ചയായും പഴയ കാലത്ത് അവർ വലിയ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഓർഫനേജിൻ്റെ മുൻ തലമുറക്കാരാണ് നമുക്ക് ഈ റോഡ് പോലും ഇവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പരിപാടി, ഈ ഫെസ്റ്റിവൽ നടക്കുന്ന, കാർണിവൽ നടക്കുന്ന സ്ഥലം പോലും അവർ സൗജന്യമായിട്ട് നമുക്ക് വിട്ടു നൽകുകയാണ് ചെയ്തത്. അതുപോലെ എല്ലാ സഹകരണവും, എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏതു ഭാഗത്തും നമ്മളോടൊപ്പം ഉണ്ടാവാറുണ്ട്. ഇപ്പം പാർക്കിങ്ങിനൊക്കെ ഒരുപാട് ഏരിയ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഒരുപാട് സ്ഥലം അവർ വിട്ട് തന്നിട്ട് പാർക്കിങ്ങിനായിട്ടും അതുപോലെ കാർണിവൽ നടത്തുന്നതിനും വേണ്ടിയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ. ഞങ്ങൾ ഈ ഉത്സവം ഒന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ച്, സാധാരണ 2 ദിവസമായിരുന്നു ഇവിടുത്തെ ഉത്സവം. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളതൊന്ന് മാറ്റി കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കണം എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ എങ്ങനെ അത് ഉത്സവം ഒന്ന് കൊഴിപ്പിക്കാമെന്ന് ആലോചിച്ചത് ആദ്യം തന്നെ നമ്മുടെ മുക്കം മുസ്ലിം ഓർഫനേജിൻ്റെ കമ്മിറ്റീനോടാണ്. അപ്പോൾ അവരോട് ചോദിച്ചിങ്ങനെ അവരെ സ്ഥലം വിട്ടുതരികയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കാർണിവലൊക്കെ നടത്തിയിട്ട് ആളുകളെ കുറച്ചുകൂടി അമ്പലമായിട്ട് അടുപ്പിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഞാൻ രാജേഷ്, സുഗു, ശശിയേട്ടനെ കൂടെ പോയി അതിൻ്റെ ചോറ് പറഞ്ഞത് എന്താ വെച്ചാൽ, നിങ്ങൾ നടത്തിക്കോ, ഒരു പൈസ പോലും നിങ്ങൾക്ക് തരണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അത്രയും നമ്മളായിട്ട് സൗഹൃദത്തിലാണ് അവർ. എന്ത് ആവശ്യത്തിനും അവരെ സമീപിക്കുക, എന്താവശ്യം അവരാൽ കഴിയുന്ന എല്ലാ സഹകരണങ്ങളും അവർ തരും. അത് മാത്രമല്ല, അതുള്ള കോയാജിയുണ്ട്, അദ്ദേഹമാണ് ഈ ഉത്സവത്തിൻ്റെ അന്ന് പിന്നെ നാരങ്ങ വെള്ളം, ചുക്ക് കാപ്പി, ഇതൊക്കെ അവരെ വകയാണ്. ഇതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പം 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അതിൻ്റെ അന്നദാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്തും എല്ലാവർക്കും ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട്. ഞങ്ങൾക്ക് രാവിലെ 3 മണി തൊട്ട് ഉപ്മാവ് പോലുള്ള സാധനങ്ങൾ കൊടുക്കും. ഈ പ്രാവശ്യം വാക്കിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞ മുക്കത്തൊരു എല്ലാ വിഷയത്തിലും ഇടപെടുന്ന അവരുടെ വകയാണ് ഈ രാവിലത്തെ ഉപ്മാവ് കൊടുക്കുന്നത്. അതിന് അന്നദാനം വളരെ സജീവമായി നാനാഭാഗത്തു നിന്നും എല്ലാവരും പങ്കെടുക്കുന്ന, അതൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യണം. അരി പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. എന്താണ് ഇത്തവണത്തെ ഒരു സവിശേഷത? സാധാരണ വിജയേട്ടൻ പറഞ്ഞ മാതിരി ഞങ്ങൾ 1-2 ദിവസം കൊണ്ട് ശിവരാത്രി ഒതുക്കുന്നത് ഈ പ്രാവശ്യം 7 ദിവസമാണ്. അതും വളരെ വിപുലമായി ഓരോ പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ, പുറത്തു നിന്നുള്ള പല വിവിധ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പരിപാടി. അത് മുക്കത്തിൻ്റെയും സമീപ പ്രദേശത്തും മലയോര മേഖലയിലും ജനങ്ങൾ ഒന്നടങ്കം വന്ന് കാണുന്നുണ്ട്. ദിവസവും വൈകിട്ട് ഭയങ്കര ജനപ്രവാഹമാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഈ പരിപാടി ആസ്വദിച്ച് പോകുന്നത്. നമ്മുടെ മുക്കത്തെ പ്രതിനിധി കൂടിയാണ് ആസാദ്, അതുപോലെ റഫീഖ് തോട്ടുമുക്കം, അവരൊക്കെ ഈ ഉത്സവ കമ്മിറ്റിയുടെ ഭാഗമാണ്. തീർച്ചയായും നമുക്ക് എന്താ വെച്ചാൽ ഈ നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ്. അപ്പോൾ നാടിൻ്റെ ഉത്സവത്തിൽ നമ്മളും പങ്കാളികളാകുക എന്നുള്ളതാണ്. അപ്പം സാധാരണ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വരവിൻ്റെ അന്നൊരു ഒരു ഉത്സവം, അതുപോലെ ഈ ശിവരാത്രിൻ്റെ അന്ന്, അങ്ങനെ 2 ദിവസമേ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അത് ആ വരവ് അന്ന് മുതൽ 7 ദിവസം വിവിധ പരിപാടി. ഇപ്രാവശ്യം നല്ല ആളുകളും വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ കൊല്ലം ഇവിടെ മുക്കം ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് നടക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ ഇലക്ഷൻ വരാമെന്നും ആ കാര്യങ്ങൾ കൊണ്ട് മുക്കം ഫെസ്റ്റില്ല. അപ്പം ആളുകൾ ആ സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇവിടുത്തെ വ്യാപാരി വ്യവസായിൻ്റെ വ്യാപാരികളൊക്കെ ആയിട്ട് കൂട്ടി അമ്പല കമ്മിറ്റി എല്ലാവരും കൂടെ ഇവിടെ ഈ കാർണിവലൊക്കെ സംഘം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും നല്ലൊരു ജനപങ്കാളിത്തം വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഈ മുക്കത്തിനെ സംബന്ധിച്ച് മതമൈത്രി എന്ന് പറയാറില്ല പൊതുവെ. കാരണം അത് എടുത്തു പറയേണ്ട ഒരു സമുദായമല്ല. അങ്ങനെ ഒരു ഉത്സവ കമ്മിറ്റിയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും എല്ലാവരും ഏറ്റെടുത്തൊരു ഉത്സവമാണ്. ഈ ശിവരാത്രി മഹോത്സവം ജനകീയ ഉത്സവമാക്കിക്കൊണ്ട് തന്നെയാണ് മുക്കത്തുകാർ കൊണ്ടാടുന്നത്. ഒരു മതമൈത്രിയുടെ നല്ല സന്ദേശമാണ് ഇവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത്. കോഴിക്കോട് നിന്ന് ഷബീർ ഖലീലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.